കർത്താവിൽ പ്രിയ സഹോദരി സഹോദരന്മാരെ, വെളിപാട് 20-ാം അധ്യായത്തിൽ നമ്മൾ അവസാന വിധി, വെണ്മയേറിയ സിംഹാസനത്തിൽ ഇരിക്കുന്ന അവസാന വിധിയെക്കുറിച്ച് പറയുന്നുണ്ട്. ഞാൻ മനസ്സിലാക്കിയത് ഇത് 1000 വർഷം യേശുക്രിസ്തു വന്നതിന് ശേഷം, അന്ത്യക്രിസ്തുവിനെ കൊന്നതിന് ശേഷം, എന്താ പറയുക, അതായത് അന്ത്യക്രിസ്തുവിനെയും കള്ളപ്രവാചകനെയും ഗന്ധക തടാകത്തിൽ എറിഞ്ഞതിന് ശേഷം വരുന്ന 1000 വർഷം ഭരണകാലത്തിന് ശേഷം സാത്താൻ എന്ന് പുരാതന സർപ്പം എന്ന് വിളിക്കുന്നവനെ വിധിക്കുന്നതും അവനോട് കൂടെയുള്ളവരെ ഈ ഗന്ധക തടാകത്തിലേക്ക് എറിയുന്ന ഒരു അവസാന വിധിയെക്കുറിച്ചാണ് ഈ വെളിപാട് 20-ൽ പറയുന്നത് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അപ്പോൾ ഇവിടെ പറയുന്ന വചനം നമുക്ക് ശ്രദ്ധിക്കാം. ഓക്കെ, അവസാന വിധി. ഞാൻ വെണ്മയേറിയ ഒരു വലിയ സിംഹാസനവും അതിലിരിക്കുന്നവനെയും കണ്ടു. അവന്റെ സന്നിധിയിൽ നിന്ന് ഭൂമിയും ആകാശവും ഓടിയാകുന്നു. അവയ്ക്കൊരു സങ്കേതവും ലഭിച്ചില്ല. അപ്പോൾ ഭൂമി ആകാശം ഓടിയാകുന്നു എന്ന് പറയുന്നു. മരിച്ചവരെല്ലാവരും, വലിയവരും ചെറിയവരും, സിംഹാസനത്തിന് മുമ്പിൽ നിൽക്കുന്നത് ഞാൻ കണ്ടു. അപ്പോൾ മരിച്ച എല്ലാവരും സിംഹാസനത്തിന് മുമ്പ് വരികയാണ്. ഭൂമിയും ആകാശവും ഇല്ല. അപ്പോൾ അവിടെ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം, ഈ എല്ലാവരും സിംഹാസനത്തിന് മുമ്പിൽ നിൽക്കുന്നതും ഗ്രന്ഥങ്ങൾ തുറക്കപ്പെട്ടു. അവിടെ നിൽക്കുന്നത് കണ്ടിട്ട് പറയാണ്, ഗ്രന്ഥങ്ങൾ തുറക്കപ്പെട്ടു. മറ്റൊരു ഗ്രന്ഥവും തുറക്കപ്പെട്ടു. അത് ജീവന്റെ ഗ്രന്ഥമാണ്. ഗ്രന്ഥങ്ങളിൽ എഴുതപ്പെട്ടിരിക്കുന്ന പ്രവൃത്തികൾക്കനുസൃതം മരിച്ചവർ വിധിക്കപ്പെട്ടു. അപ്പോൾ ആദ്യം ഗ്രന്ഥങ്ങൾ തുറക്കപ്പെട്ടതിൽ എഴുതപ്പെട്ടിരിക്കുന്ന പ്രവൃത്തികൾക്കനുസൃതമാണ്. അതായത് പ്രവൃത്തികൾ മൂലമല്ല നാം രക്ഷിക്കപ്പെട്ടത് എന്ന് ബൈബിളിന്റെ അടിസ്ഥാനമായിട്ട് വിശ്വാസം മൂലമാണ് നമ്മൾ രക്ഷിക്കപ്പെടുന്നത്. വിശ്വാസത്തിൽ അധിഷ്ഠിതമായ ദൈവത്തിന്റെ പ്രവൃത്തികൾ നമ്മിൽ ശക്തി ചെലുത്തുന്ന പരിശുദ്ധാത്മാവ് വഴി നമ്മൾ സ്വയമേവേ ചെയ്യുന്നതാണ്. ദൈവത്തിന്റെ തെരഞ്ഞെടുപ്പാണ് എല്ലാത്തിൻ്റെ ആധാരമെന്നും ദൈവം തന്നോട് കരുണ കാണിക്കുന്ന, ദയ തോന്നുന്നവനോട് കരുണ കാണിക്കുമെന്നും മോശയോട് പണ്ടേ അരുളി ചെയ്തിട്ടുണ്ട്. അപ്പോൾ ദൈവത്തിന്റെ തെരഞ്ഞെടുക്കപ്പെടുന്നതാണ് ബൈബിളിന്റെ ആധാരം. അല്ലാതെ എൻ്റെ പ്രവൃത്തി കൊണ്ട് ഞാൻ രക്ഷ നേടുകയല്ല. അങ്ങനെ എനിക്ക് ഒരു രക്ഷ പ്രവൃത്തികളാൽ നേടിയെടുക്കാമായിരുന്നെങ്കിൽ ദൈവപുത്രൻ വരേണ്ട ആവശ്യകത തന്നെ ഇല്ലല്ലോ. കാരണം നമ്മളുടെ പ്രവൃത്തികൾ നമ്മളെ നീതീകരിക്കുമെങ്കിൽ നമ്മൾ രക്ഷപ്പെടുമായിരുന്നല്ലോ. ഒരു ദൈവപുത്രനെ അയക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ കൽപ്പനകളിലൂടെ ആരും നീതീകരിക്കപ്പെടുന്നില്ല എന്ന് ബൈബിൾ പ്രസ്താവിക്കുന്നു. നിങ്ങൾക്കെല്ലാം അറിയുന്നതാണ്. നിയമങ്ങൾ ലഭിച്ചെന്നിരിക്കലും നിയമം മൂലം ആരും നീതിമാന്മാരാകുന്നില്ല എന്ന് നാം കണ്ടു കഴിഞ്ഞു. കാരണം നിയമം മൂലം പാപത്തെക്കുറിച്ചുള്ള ബോധ്യം ജനിപ്പിക്കുന്നു എന്നും നമുക്കറിയാം. വചനത്തിൽ നിയമം നൽകപ്പെട്ടത് ദൈവത്തിന്റെ ക്രോധത്തിലാണെന്നും നാം അറിയുന്നു. അപ്പോൾ ഈ ക്രോധത്തിൽ നൽകപ്പെട്ട നിയമം മൂലം നാം രക്ഷപ്പെടുകയില്ല. മറിച്ച് ദൈവത്തിന്റെ കരുണയിൽ നൽകപ്പെട്ട കൃപ മൂലം, ദൈവത്തിന്റെ ദയയിൽ നൽകപ്പെട്ട ഒരു കൃപ മൂലമാണ് നാം രക്ഷിക്കപ്പെടുന്നത്. അത് നമുക്കെല്ലാവർക്കും അറിയാം. അപ്പോൾ ഈ കൃപദാനവുമാണ്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇവിടെ ഒരു ഗ്രന്ഥങ്ങളിൽ എഴുതപ്പെട്ടിരിക്കുന്ന അനുസരിച്ച് ഒരു ജനത വിധിക്കപ്പെടുകയാണ്. ഈ ജനതയെ കുറിച്ച് ഞാൻ ഇപ്പോഴും പലതും ചിന്തിച്ചുകൊണ്ടിരിക്കുന്നു. ദൈവത്തിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ പല കാര്യങ്ങളും മനസ്സിലാകുന്നു. അപ്പോൾ ഈ ഗ്രന്ഥങ്ങളിൽ എഴുതപ്പെട്ടവർ പ്രവൃത്തികൾക്ക് അനുസൃതമാണ് വിധിക്കപ്പെട്ടത്. അപ്പോൾ പ്രവൃത്തികൾക്ക് ആധാരമായ, കൽപ്പനകൾക്ക് ആധാരമായ ഒരുപാട് മതവിഭാഗങ്ങളും അത് വിശ്വസിക്കുന്നവരുമുണ്ട്. അപ്പോൾ അവർക്ക് അനുസരിച്ചായിരിക്കുമോ ഈ വിധി എന്ന് നാം പരിശോധിക്കേണ്ടതുണ്ട്. അപ്പോൾ ഗ്രന്ഥങ്ങളിൽ എഴുതപ്പെട്ടവരുടെ പ്രവൃത്തിയാണ്. പക്ഷെ മറ്റൊരു ഗ്രന്ഥം തുറക്കപ്പെട്ടു. അത് ജീവന്റെ ഗ്രന്ഥമാണ്. ഈ ജീവന്റെ ഗ്രന്ഥം പറയുന്നത് എങ്ങനെയാണ്? തന്നിലുണ്ടായിരുന്ന മൃതരെ, മരിച്ചവരെ സമുദ്രം വിട്ടുകൊടുത്തു. മരണവും പാതാളവും തങ്ങളിലുണ്ടായിരുന്നവരെ വിട്ടുകൊടുത്തു. അപ്പോൾ ഒരുപാട് പേരെ തന്നിലുണ്ടായിരുന്ന മൃതരെ സമുദ്രം കൊടുത്തു. പിന്നെ പറയുന്നത് പാതാളവും മരണവും എന്ന് പറഞ്ഞൊരു പ്ലേസ് ഉണ്ട്. മരണവും പാതാളവും 2 പ്ലേസ് ഉണ്ട്. അവരും തന്നിലുണ്ടായിരുന്നവരെ വിട്ടുകൊടുത്തു. അവരെല്ലാവരും താന്താങ്ങളുടെ പ്രവൃത്തികൾക്കനുസൃതം മൃതിക്കപ്പെട്ടു. അപ്പോൾ ഈ മൃതരെ പിടിച്ചു വെച്ചിരുന്ന ഈ സ്ഥലങ്ങൾ ഓർമ്മയുണ്ടല്ലോ, പാതാളവും മരണവും സമുദ്രവും. ഇതിലുണ്ടായിരുന്നവരെ അവർ വിട്ടുകൊടുക്കുകയാണ്. അവരെ പ്രവൃത്തികൾക്കനുസരിച്ച് വിധിക്കുന്നു. മൃത്യുവും പാതാളവും അഗ്നി തടാകത്തിലേക്ക് എറിയപ്പെട്ടു.
അപ്പോൾ ഈ മരണവും പാതാളം എന്ന് പറഞ്ഞ സ്ഥലം തന്നെ എവിടേക്ക് എറിയപ്പെട്ടു? പാതാളത്തിലേക്ക് ഗന്ധക തടാകത്തിലേക്ക് എറിയപ്പെട്ടു. അപ്പോൾ അഗ്നി തടാകം അല്ലെങ്കിൽ ഗന്ധക തടാകം, ഇതാണ് രണ്ടാമത്തെ മരണം. ജീവന്റെ ഗ്രന്ഥത്തിൽ പേരെഴുതപ്പെടാത്തവരെല്ലാം അഗ്നി തടാകത്തിലേക്ക് എറിയപ്പെട്ടു. അപ്പോൾ ഇവിടെ ജീവന്റെ ഗ്രന്ഥത്തിൽ പേരില്ലാത്തവരെല്ലാം അഗ്നി തടാകത്തിലേക്ക് പോയി. ഇതിനെക്കുറിച്ച് വലിയൊരു കാര്യം ദൈവം വെളിപ്പെടുത്തുന്നുണ്ട്, അതിനെക്കുറിച്ച് മറ്റൊരു പ്രസംഗത്തിൽ പറയാം. പക്ഷേ ഇവിടെ ഈ ജീവന്റെ ഗ്രന്ഥത്തിൽ പേരെഴുതപ്പെടാത്തവരല്ല അഗ്നി തടാകത്തിലേക്ക് പോവുകയാണ്. അപ്പോൾ അവിടെ ഒരു ജീവന്റെ ഗ്രന്ഥത്തെക്കുറിച്ച് പറയുന്നുണ്ട്. ഓക്കെ, ഇനി വെളിപാട് 13 വധിക്കപ്പെട്ട കുഞ്ഞാടിന്റെ ജീവഗ്രന്ഥം എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇവിടെ പറയുന്നത് ഇതാണ്, വെളിപാട് 13:8 നമുക്കൊക്കെ അറിയുന്നത് പോലെ വധിക്കപ്പെട്ട കുഞ്ഞാടിന്റെ ജീവഗ്രന്ഥത്തിൽ ലോകസ്ഥാപനം മുതൽ പേരെഴുതപ്പെടാത്തവരായി ഭൂമിയിൽ വസിക്കുന്ന സർവ്വരും അതിനെ ആരാധിക്കും. അപ്പോൾ ഇത് നമ്മളുടെ അവസാനം വരുന്ന ഒരു മൂർത്തിയുടെ ആരാധന മൂർത്തിയായി അവൻ തൻ്റെ പ്രതിബിംബം ഉണ്ടാക്കി അതിനെ കുമ്പിടാൻ പറയുന്ന ഭാഗമാണ് വെളിപാട് 13 നമുക്കെല്ലാവർക്കും അറിയുന്നത് പോലെ. അപ്പോൾ ഈ ഗ്രന്ഥത്തിൽ പേര് എഴുതപ്പെടാത്തവരെല്ലാം അതിനെ ആരാധിക്കും എന്നാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ വധിക്കപ്പെട്ട കുഞ്ഞാടിന്റെ ജീവഗ്രന്ഥം, അപ്പോൾ ഇവിടെ ജീവഗ്രന്ഥത്തെ ഒന്നും കൂടി എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. വധിക്കപ്പെട്ട കുഞ്ഞാട്, അപ്പോൾ വധിക്കപ്പെട്ട കുഞ്ഞാട് എന്ന് പറയുമ്പോൾ യേശുവിനെ കൊന്നതിന് ശേഷം, യേശു നമുക്ക് വേണ്ടി രക്തം ചിന്തി മരിച്ചതിന് ശേഷം വധിക്കപ്പെട്ട കുഞ്ഞാടിന്റെ ഗ്രന്ഥം, ഇതിൽ വിശ്വസിക്കുന്നവരായവരുടെ പേര് ഇതിൽ എഴുതപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഈ വധിക്കപ്പെട്ട കുഞ്ഞാടിന്റെ ജീവഗ്രന്ഥം, യേശുവിന്റെ രക്തത്തിൽ അവൻ നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി മരിച്ചു എന്ന് വിശ്വസിക്കുന്നവരുടെ രക്ഷ, അവരുടെ പേര് എഴുതപ്പെട്ടിരിക്കുകയാണ്. ഇപ്പൊ നമുക്കറിയാം വെളിപാട് മുമ്പേ നടന്ന കാര്യങ്ങളും ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളും വരാനിരിക്കുന്ന കാര്യങ്ങളും, അങ്ങനെ 3 കാര്യങ്ങളായിട്ടാണ് വെളിപാട് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ ഒരു വചനം നമുക്ക് മലാക്കി പുസ്തകത്തിലെ വളരെ ഇഷ്ടപ്പെട്ട ഒരു വചനം ഞാൻ പറയാൻ ഇഷ്ടപ്പെടുകയാണ്. നമ്മളെല്ലാവരും ചെയ്യുന്ന ഒരു കാര്യമാണ്, ദൈവത്തിൽ സഞ്ചരിച്ചു കൊണ്ടിരിക്കുമ്പോൾ നാം എല്ലാവരും പറയും, ദൈവത്തിൽ പോകുന്ന എനിക്ക് കഷ്ടം. അതേസമയം അഹങ്കാരികൾ നോക്കൂ, അവർ വെച്ചടി കയറി പോകുന്നു, അവർക്കൊരു കഷ്ടവുമില്ല, പരീക്ഷണ കാലത്ത് അവർ രക്ഷപ്പെടുകയും ചെയ്യുന്നു. എന്നാൽ ദൈവഭക്തന് എപ്പോഴും കഷ്ടം, ഒന്നിലും വിജയിക്കുന്നില്ല, വിജയം അവനെ തൊടുന്നുമില്ല, വിജയത്തിന്റെ രുചി അവൻ അറിയുന്നുമില്ല എന്ന് പ്രാർത്ഥിക്കുന്ന ഞാൻ ഒരുപാട് പേര് പറയുന്നത് കേട്ടിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ഭവനത്തിലും അതുപോലെ സുഹൃത്തുക്കളും ബന്ധുക്കളും എല്ലാവരും പറയുന്ന കാര്യങ്ങളാണ്, നിങ്ങൾ ദൈവത്തിൽ പോകുക, നിങ്ങൾക്ക് കഷ്ടവും അധോഗതിയോ വരൂ എന്നുള്ളൊരു ചിന്താഗതിയുണ്ട്. കാരണം നമ്മൾ പരീക്ഷണങ്ങൾ ആഫ്റ്റർ പരീക്ഷണങ്ങൾ നുകരേണ്ടവരാണ്, നിനക്കൊരു ഗതിയുമില്ല എന്നൊരു ചിന്താഗതി ദൈവം വിജയം നൽകുന്ന ദൈവത്തിൻ്റെ ഒപ്പം തന്നെ ഈ ക്രിസ്ത്യാനികളായ നാം പറഞ്ഞു നടക്കുന്നുണ്ട്. ഇതിനെപ്പറ്റി മലാക്കിയിൽ ഒരു കാര്യം പറഞ്ഞിരിക്കുകയാണ്. അവിടെ ഒരു പുസ്തകം എഴുതപ്പെട്ടെന്ന് കാര്യം പറഞ്ഞതിനെ കുറിച്ച് ഞാൻ ഒരുപാട് ത്രിൽഡായിട്ട് പ്രസംഗിക്കാൻ ഇഷ്ടപ്പെടുന്നതാണ്. അപ്പോൾ ഈ മലാക്കിയിൽ കർത്താവിൻ്റെ ദിനം, അന്തിമ ദിനം വരുന്നതിനെ കുറിച്ച് മലാക്കി പ്രവാചകൻ പറയുന്നുണ്ട്. അവസാന ദിനത്തിൽ എന്തുണ്ടാവുമെന്ന് നമുക്ക് എല്ലാവർക്കും അറിയുന്ന മലാക്കിയിലെ 3-ാം അധ്യായമാണ്. അപ്പോൾ ഇവിടെ ഏലിയ വരുന്നതിനെ കുറിച്ചൊക്കെ പറയുന്ന ചാപ്റ്ററാണ്, അവസാന ദൈവത്തിന്റെ വിധിയാണ്. അപ്പോൾ ഇവിടെ ഈ പുസ്തകത്തെക്കുറിച്ച് മാത്രമാണ് ഞാൻ പറയുന്നത്. ഇനി അവസാന വിധിയെ കുറിച്ച് ഒന്നും കൂടി വിശകലനം ചെയ്ത് ഞാൻ ഒരു പ്രസംഗിക്കാൻ ഒത്തിരി ഇഷ്ടപ്പെടുന്നു. അപ്പോൾ ഇവിടെ പറയുന്നത് ഇതാണ്, അതായത് ദൈവം ചോദിക്കുന്ന ഒരു കാര്യമാണ് നമ്മളോട്. ഇതാണ് പറയുന്നത്, കർത്താവ് അരുളി ചെയ്യുന്നു, എനിക്കെതിരെയുള്ള നിങ്ങളുടെ വാക്കുകൾ കഠിനമായിരിക്കുന്നു. മലാക്കി 3-ാം അധ്യായം 13 തൊട്ടുള്ള വചനങ്ങളാണ് ഞാൻ പറയുന്നത്. നിങ്ങൾ എൻ്റെ വാക്കുകൾ കഠിനമാക്കിയിരിക്കുന്നു എന്ന് ദൈവം കംപ്ലൈൻറ്റ് പറയുകയാണ്. എന്നിട്ടും ഞങ്ങൾ അങ്ങേക്കെതിരായി എങ്ങനെ സംസാരിച്ചു എന്ന് നിങ്ങൾ ചോദിക്കുന്നു. ദൈവം പറയുകയാണ് നിങ്ങളുടെ വാക്കുകൾ കഠിനമായി പോയി. അപ്പോൾ നമ്മൾ പറയും, ഞാൻ എന്ത് ചെയ്തു ദൈവത്തോട്? നമുക്ക് എല്ലാവർക്കും ഉണ്ടാകുന്ന ഒരു കാര്യം ദൈവം വിവരിച്ചു തരികയാണ് ഇവിടെ. എന്താണെന്ന് ദൈവം പറയുകയാണ്, നിങ്ങൾ പറഞ്ഞു ദൈവത്തെ സേവിക്കുന്നത് വ്യർത്ഥമാണ്, അവിടുത്തെ കൽപ്പനകൾ അനുസരിക്കുന്നത് കൊണ്ടും സൈന്യങ്ങളുടെ കർത്താവിൻ്റെ മുമ്പിൽ വിലാപം ആചരിക്കുന്നവരെ പോലെ നടക്കുന്നത് കൊണ്ടും എന്ത് പ്രയോജനം? ദുഃഖിച്ചിങ്ങനെ വിലാപം ആചരിച്ചെന്ന് ഇങ്ങനെ ദുഃഖിച്ച് നടക്കുക, ദൈവത്തെ സേവിച്ച് ഇങ്ങനെ കഷ്ടമായി നടക്കുന്നതുകൊണ്ട് എന്ത് പ്രയോജനം?
ഇനിമേൽ അഹങ്കാരികളാണ് ഭാഗ്യവാന്മാർ എന്ന് ഞങ്ങൾ കരുതും. ദുഷ്കർമ്മികൾ അഭിവൃദ്ധിപ്പെടുക മാത്രമല്ല, ദൈവത്തെ പരീക്ഷിക്കുമ്പോൾ അവർ രക്ഷപ്പെടുകയും ചെയ്യുന്നു. അപ്പോൾ അഹങ്കാരികൾ രക്ഷപ്പെടുന്ന ഒരു കാര്യം പറയുകയാണ്. അന്ന് കർത്താവിനെ ഭയപ്പെട്ടിരുന്നവർ. അപ്പോൾ ഈ അഹങ്കാരികൾ, അപ്പോൾ ഞാനും ഒക്കെ പ്രാർത്ഥനയിലൊക്കെ വരുമ്പോൾ ഒരുപാട് കഷ്ടങ്ങൾ വരുമ്പോൾ എൻ്റെ ബന്ധുക്കളും സുഹൃത്തുക്കളും ഒക്കെ പറയും, ഇതൊക്കെ കഷ്ടങ്ങളെ ആണ് നിങ്ങൾക്ക് വരിക, നിങ്ങൾ സഹിച്ച് മരിക്കേണ്ടവരാണ്, നിങ്ങൾക്ക് ഒരിക്കലും അധോഗതി മേൽഗതി ഉണ്ടാവില്ല. എന്നാൽ അവനെ നോക്കൂ, അവനൊരു കുഴപ്പമില്ല, അവൻ വെച്ചടി കയറുന്നതാണ്, അവൻ്റെ കൂടെയാണ് ദൈവം, നിൻ്റെ കൂടെയല്ല. അപ്പോൾ നമ്മളത് അറിയാതെ വിശ്വസിച്ചു പോകും. അറിയാതെ മനസ്സിലും നമ്മൾ കരുതി എനിക്ക് എപ്പോഴും കഷ്ടമാണ്. ദൈവം പറയുകയാണ്, നിങ്ങളുടെ വാക്കുകൾ, ഈ വാക്കുകൾ എന്നെ കഠിനമായ വാക്കുകൾ നിങ്ങൾ സംസാരിച്ചു എന്ന് ദൈവം നമ്മളെക്കുറിച്ച് പറയുകയാണ്. എന്നിട്ട് പറയുന്നത് ഇതാണ്, ദൈവം അന്നെന്ന് പറഞ്ഞ കർത്താവിൻ്റെ ദിനത്തെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത്. അവസാനത്തെ കാലഘട്ടത്തെക്കുറിച്ചാണ് അന്ന് എന്ന് ഇവിടെ പറയുന്നത്. അപ്പോൾ അന്ന് കർത്താവിനെ ഭയപ്പെട്ടിരുന്നവർ പരസ്പരം സംസാരിച്ചു, അവർ പറഞ്ഞത് കർത്താവ് ശ്രദ്ധിച്ചു കേട്ടു. അപ്പോൾ എനിക്കും കഷ്ടങ്ങളും ദുരിതങ്ങളും മേൽഗതിയില്ലായ്മയും ഒക്കെ ഞാനും എൻ്റെ മനസ്സിലും കൊണ്ട് നടക്കുന്നുണ്ട്. പക്ഷേ ഞാൻ കർത്താവിനെ പ്രതി, കർത്താവിൽ വിശ്വസിക്കുന്ന പലരെയും കർത്താവിനെ കുറിച്ച് സംസാരിക്കാൻ വിളിക്കുകയും കർത്താവിനെ മുൻനിർത്തി മാത്രം സംസാരിക്കാൻ അവരെ സുഖകരം അറിയാൻ വിളിക്കാറുണ്ട്. ആരും എന്നെ വിളിക്കാറില്ലെങ്കിലും കർത്താവിനോടുള്ള സ്നേഹത്തെ പ്രതി ഞാൻ ദൈവഭക്തിയിൽ ഏർപ്പെട്ടിരിക്കുന്ന പലരെയും അങ്ങോട്ട് വിളിക്കും. ഞാൻ തന്നെയാണ് വിളിക്കുക, ആരും എന്നെ വിളിക്കാറില്ല. അപ്പോൾ അവരെ വിളിച്ച് ഞാൻ ദൈവത്തിൻ്റെ കാര്യം സംസാരിക്കും വയ്ക്കും. പക്ഷെ അവർക്ക് എന്നോട് ഇഷ്ടമില്ല. കാരണം ഇവൻ കർത്താവിൻ്റെ കാര്യങ്ങൾ ഞങ്ങളുടെ സഭ പഠിപ്പിക്കുന്നത്, എൻ്റെ ധാരണകൾ പഠിപ്പിക്കുന്നത് പിഞ്ചല്ലാത്തത് കൊണ്ട് എന്നെ ആർക്കും താല്പര്യമുണ്ടാവില്ല. കാരണം അവൻ പറയുന്നത് ഞാൻ കേൾക്കുന്നില്ലല്ലോ. അപ്പോൾ പക്ഷെ എനിക്ക് അവരോട് സ്നേഹമേ ഉള്ളൂ. കാരണം ദൈവത്തിൻ്റെ തീഷ്ണത നമ്മളിലുള്ളത് കൊണ്ട് ദൈവത്തെ ആരാധിക്കുന്നവർ ഏത് മതത്തിലിരുന്നാലും, അതായത് ഏത് മതം എന്ന് ഉദ്ദേശിച്ച് ഞാൻ ക്രിസ്തീയ മതത്തിൻ്റെ ഉള്ളിലത്തെ വിഭാഗീയതകളെ കുറിച്ചാണ് പറഞ്ഞത്. അതുകൊണ്ട് അവരെ വിളിക്കുമ്പോൾ എനിക്ക് അവരോട് വെറുപ്പൊന്നുമില്ല. കാരണം പലരും മാതാവ് ഭക്തരാണ്, പലരും എന്താ പറയുക സെവൻത് ഡേ അഡ്വന്റിസ്റ്റാണ്, പലരും യഹോവ ഭക്തന്മാരാണ്, പല ഭക്തന്മാരാണ്. അവരെല്ലാവരും സഞ്ചരിക്കട്ടെ അവരുടെ വിശ്വാസത്തിൽ. പക്ഷേ സത്യം നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുമ്പോഴല്ലേ അത് വേർതിരിച്ചറിയുക. അപ്പോൾ ഞാൻ അവരെ വിളിച്ച് സംസാരിക്കും. അപ്പോൾ ഇവിടെ കർത്താവ് പറയുന്ന ഒരു കാര്യമാണ്, അന്ന് കർത്താവിനെ ഭയപ്പെട്ടിരുന്നവർ പരസ്പരം സംസാരിച്ചു, അവർ പറഞ്ഞത് കർത്താവ് ശ്രദ്ധിച്ചു കേട്ടു. കർത്താവിനെ ഭയപ്പെട്ടിരുന്നവർ, പിന്നെ അന്ത്യകാലമായി ഇതേ ലോകം അവസാനിക്കാൻ പോണു, കർത്താവിൻ്റെ വരവ് അടുത്തു എന്നൊക്കെ പറഞ്ഞ് ഒത്തിരി പേര് വിളിക്കും. അപ്പോൾ നമ്മൾ പറയും ഇത് ഒത്തിരി നാളായില്ലേ കേൾക്കുന്നു, ഇത് നിർത്തട എന്നൊക്കെ പറയും. പക്ഷെ ദൈവം പറയുകയാണ്, കർത്താവ് അത് ശ്രദ്ധിച്ച് കേട്ടു, കർത്താവിനെ ഭയപ്പെടുകയും അവിടുത്തെ നാമം ധ്യാനിക്കുകയും ചെയ്യുന്നവരെ ഓർമ്മിക്കേണ്ടതിന് ഒരു ഗ്രന്ഥം അവിടുത്തെ മുമ്പിൽ എഴുതപ്പെട്ടു. ഇതിനെക്കുറിച്ചാണ് പറഞ്ഞത്. ഒരു ഗ്രന്ഥം, അതായത് ഈ ഗ്രന്ഥം എപ്പോഴാണ് എഴുതിയത്, ലോകസ്ഥാപനത്തിന് മുമ്പാണെന്ന് നമുക്കറിയാമെങ്കിലും ഇവിടെ പറയാണ്, കർത്താവിനെ ഭയപ്പെട്ടിരുന്നവരും അവിടുത്തെ നാമം ധ്യാനിക്കുന്നവരെ ദൈവം ഓർമ്മിക്കേണ്ടതിന്. ദൈവത്തിന് മറിവുണ്ടായിട്ടല്ല, പക്ഷെ ദൈവം ബൈബിളിലൊക്കെ നമ്മൾ ആകാശകമാനങ്ങളിൽ റെയിൻബോ അല്ലെങ്കിൽ മഴവില്ല് വെച്ചു അവരെ നശിപ്പിച്ചത് ഓർക്കേണ്ടതിന്, അങ്ങനെ ദൈവം ഓർക്കേണ്ടതിനെന്ന് ബൈബിളിൽ പലതും പറയുന്നുണ്ട്. ദൈവത്തിന് മറിവുണ്ടായിട്ടല്ല, പക്ഷെ ദൈവം സ്പെഷ്യലായിട്ട് ഓർക്കാനായിട്ട് ദൈവം പല പല കാര്യങ്ങളും ബൈബിളിൽ പറയുന്നുണ്ട്. ഇതിൽ ദൈവം ചെയ്തൊരു കാര്യമാണ്, ഒരു ബുക്ക് എഴുതി. ഈ ബുക്ക് യഥാർത്ഥത്തിൽ ജീവന്റെ ഒരു ഗ്രന്ഥം തന്നെയാണ് എന്നാണ് ഞാൻ നിങ്ങളോട് പറയാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഈ അന്ത്യകാലത്ത് ദൈവത്തെ ഭയപ്പെടുന്നവരെ വിളിച്ച് സംസാരിക്കുന്നത് ദൈവം ശ്രദ്ധിക്കുന്നുണ്ട്, ദൈവം ഒരു ബുക്ക് എഴുതുന്നുണ്ട് എന്നാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. കർത്താവിനെ ഭയപ്പെട്ടിരിക്കുന്നവരെ അല്ലെങ്കിൽ അവിടുത്തെ നാമത്തെക്കുറിച്ച് ധ്യാനിക്കുന്നവരെ നിങ്ങൾ സംസാരത്തിൽ എന്ത് സംസാരിക്കുന്നു എന്ന് ദൈവം നോക്കുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ ഒത്തിരി പേരെ വിളിക്കാറുണ്ട്. അവരെല്ലാവരും വളരെ വൈമനസ്യത്തോടു കൂടി എൻ്റെ ഫോൺ ആൻസർ ചെയ്യും. ഇവൻ ശല്യം എന്നെ വിളിക്കുന്നല്ലോ, ദൈവത്തിൻ്റെ കാര്യം പറയാനാണ് എന്നൊക്കെ ദുഃഖിക്കുന്നവരെ ഒത്തിരി പേരുണ്ട്. എല്ലാവരോടും ഞാൻ പറയുന്നത് ഇതാണ്, ദൈവത്തോടുള്ള തീഷ്ണത മൂലമാണ് നിങ്ങളോട് വിളിക്കുന്നത്. നിങ്ങൾ ദൈവത്തെക്കുറിച്ച് സംസാരിക്കുന്നു. നിങ്ങളെ ഞാൻ വെറുക്കുന്നില്ല, ദൈവത്തിൽ എല്ലാവരെയും സ്നേഹിക്കുന്നു. അപ്പോൾ സൈന്യങ്ങളുടെ കർത്താവ് അരുളി ചെയ്യുന്നു, തുടരുകയാണ്, അവർ എൻ്റേതായിരിക്കും, ഈ ബുക്കിൽ എഴുതപ്പെട്ടവരെ. ഞാൻ പ്രവർത്തിക്കുന്ന ദിവസം, അതായത് കർത്താവിൻ്റെ ദിനം അറിയാലോ, അവസാനം, ആ ദിവസം അവർ എൻ്റെ പ്രത്യേക അവകാശമായിരിക്കും, അവർ എൻ്റെ പ്രത്യേക ഓഹരിയാണ്.
ഇത് എൻ്റേതാണെന്ന് ദൈവം പറയുകയാണ്. ഈ സംസാരിക്കുന്നവർ കർത്താവിനെ ഭയപ്പെടുന്നവരും അവിടുത്തെ നാമത്തെ ധ്യാനിക്കുന്നവരും എൻ്റേതാണെന്ന് ദൈവം അവകാശം ഉന്നയിക്കുകയാണ് നമ്മളെ കുറിച്ച്. ഓക്കെ, അവർ എൻ്റേതായിരിക്കും. പിതാവ് തന്നെ സേവിക്കുന്ന പുത്രനെ എന്ന പോലെ ഞാൻ അവരെ രക്ഷിക്കും. അപ്പോൾ നീതിമാനും ദുഷ്ടനും തമ്മിലും ദൈവത്തെ സേവിക്കുന്നവരും സേവിക്കാത്തവരും തമ്മിലും ഉള്ള വ്യത്യാസം നിങ്ങൾ ഒരിക്കൽ തിരിച്ചറിയും. അന്ന് ഈ ബുക്ക് വായിക്കുന്ന സമയം നിങ്ങൾ തിരിച്ചറിയും, ദൈവത്തെ സ്നേഹിക്കുന്നവരെ കുറിച്ച് ദൈവം ഓർമ്മിക്കാൻ വേണ്ടി ഒരു ബുക്ക് എഴുതിയിട്ടുണ്ട്. ഞാൻ ഈ പറയുന്ന വചനം പോലും വെറുതെ ആവുകയില്ല. അതുകൊണ്ടാണ് പറഞ്ഞത്, ദൈവത്തെ ഓർക്കേണ്ടതിന് ദൈവം എഴുതി വെച്ചൊരു ബുക്കുണ്ട്. അത് ജീവന്റെ ഗ്രന്ഥമാണ്. അതിൽ പിതാവ് പുത്രനെ സേവിക്കുന്നത് പോലെ ദൈവം തന്നെ ഇഷ്ടപ്പെടുന്നവർ ഇഷ്ടപ്പെടാത്തവർ വേർതിരിച്ചറിയുന്നത് ഒരിക്കൽ നിങ്ങൾ അറിയും. അതുകൊണ്ട് നിങ്ങൾ തുടരുക. എൻ്റെ വചനം കേൾക്കുന്ന ദൈവഭക്തരെ, നിങ്ങൾ മറ്റുള്ളവരെ ദൈവത്തെ പ്രതി ഫോൺ വിളിക്കുക, ദൈവത്തെക്കുറിച്ച് സംസാരിക്കുക, അതോടൊപ്പം അവരുടെ സ്നേഹാന്വേഷണം പറയുക. അവർ നിങ്ങളെ വെറുക്കുമെങ്കിലും നിങ്ങൾ ദൈവത്തിന് കൂടെ നിന്ന് ദൈവത്തോടു കൂടെ വർക്ക് ചെയ്യുന്നവരും ദൈവത്തിൻ്റെ അങ്കണത്തിൽ ദൈവവചനങ്ങൾ കാക്കുന്നവരെയും നിങ്ങൾ വിളിക്കണം. അവരോട് ദൈവവചനത്തെക്കുറിച്ച് സംസാരിക്കണം, ഈ കാലഘട്ടത്തെക്കുറിച്ച് സംസാരിക്കണം, ദൈവത്തിൻ്റെ ഉണർവിനെ കുറിച്ച് പറയുവിൻ. കാരണം ദൈവം ബുക്ക് എഴുതുന്നു, നിങ്ങളുടെ പേരുകൾ അതിൽ എഴുതുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ, എപ്പോഴും അനുഗ്രഹിക്കട്ടെ. ആമേൻ.